പണത്തിന് പല തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ. ചിലർക്ക് നമ്മൾ പണം കടം കൊടുത്തിട്ട് അവർ തിരികെ തരാത്തവരുണ്ടാകാം. നമ്മൾ ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂലി നമുക്ക് കിട്ടാത്തവരുണ്ടാകാം. അങ്ങനെ പല വിധത്തിൽ നമ്മൾക്ക് ധനനഷ്ടത്തിലിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാനിതാ ഒരു മാജിക് പറഞ്ഞു തരാം. ഈ നമ്പർ ഒന്ന് നിങ്ങൾ എഴുതി സൂക്ഷിച്ചു വെച്ച് നോക്കൂ. നല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള ക്യാഷ് അങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാകും. ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും വിശ്വാസങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കൊന്ന് ഈ ട്രിക്കൊന്ന് ചെയ്തു നോക്കാം. പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റെതായൊരു ശക്തിയുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലവും ലഭിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുന്നത്. ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറം നാട്ടുകാരിലുള്ളവരാണ് ഈ രീതി പിന്തുടരുന്നത്. പൂജകളും വഴിപാടുകളും നമുക്കിതിന് ആവശ്യമായി വരുന്നില്ല. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. ബീജം എന്നത് വിത്താണ്. ഇതിൽ നിന്നാണ് സസ്യമുണ്ടാകുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. ബീജാക്ഷരത്തിലൂടെ പണവും നേടാം. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം എന്നത്. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാണ് ധനനേട്ടം നമ്മൾ സ്വീകരിക്കുന്നത്. ഈ നമ്പർ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബേ ലീഫിൽ ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവ താഴെ വീണതാകരുത്, ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം. ഇതല്ലെങ്കിൽ ലൈനില്ലാത്ത വെള്ള പേപ്പറിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകളിൽ നാം കടം എന്ന വാക്ക് ഒരിക്കലും എഴുതരുത്. ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറൽ ഉണ്ടാവരുത്. വൈകിട്ട് 6 മണിക്ക് ശേഷം ആലില പറിക്കുകയും ചെയ്യരുത്. ഗ്രീൻ മഷിയുള്ള പേന കൊണ്ട് എഴുതാം. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2918 എന്നതാണ് ഈ മാജിക് നമ്പർ. ഒന്നുകൂടി പറയാം. 2918 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി നമുക്ക് പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ധനവരവ് എന്തായാലും ലഭ്യമാകും.